അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജീവിതത്തിലെ പല കാര്യങ്ങളും പെട്ടെന്ന് നടന്നു കിട്ടുന്നില്ല. എന്ത് ചെയ്തിട്ടും എത്ര ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിയിട്ടും എൻ്റെ ആവശ്യം മാത്രം എനിക്ക് റബ്ബ് നടത്തി തരുന്നില്ല എന്ന പല പരാതിയുമായിട്ട് പല കമൻറ്റുകളും കാണാവുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നതാണെങ്കിലും അത് ആത്മാർത്ഥതയോടു കൂടിയും നല്ല നിയ്യത്തോടു കൂടിയും ആണെങ്കിൽ തീർച്ചയായിട്ടും കാരുണ്യവാനായ അല്ലാഹു തആല നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിപ്പിച്ചു തരികയും ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അസ്മാഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഒരു നാമത്തിനെ കുറിച്ചിട്ടാണ്. അസ്മാഉൽ ഹുസ്നയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. ചൊല്ലി നിങ്ങൾക്ക് മനഃപ്പാഠമായാൽ അത്യുത്തമമായിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു നാമത്തിന് കൂടുതൽ സമയം നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അത് അള്ളാഹു തആല നടത്തി തരും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന എത്ര വലിയ പ്രയാസമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോകുന്ന പല സംഭവങ്ങളും എന്നാൽ അത് നമുക്ക് നടന്നു കിട്ടണം എന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ വളരെ പെട്ടെന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് നടത്തി തരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ളതുമായ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അസ്മാഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ ഒരു പ്രിയപ്പെട്ട നാമം. ഈ ഒരു നാമത്തിന് 7 ദിവസം തുടർച്ചയായിക്കൊണ്ട് ഇശാ നിസ്കരിച്ചതിന് ശേഷം 111 വട്ടം നിങ്ങൾ ചൊല്ലുക. അതിനുശേഷം ആത്മാർത്ഥമായി കൊണ്ട് കരഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ പറയുക. തീർച്ചയായിട്ടും ആ ഒരു ആവശ്യം അള്ളാഹു തആല നിങ്ങൾക്ക് നടത്തി തരും ഇൻഷാ അല്ലാഹ്. കാരണം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നല്ല ഒരു നിയ്യത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കുക. നല്ല നിയ്യത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടു കൂടി തഖ്വയോടുകൂടി നിങ്ങൾ ചൊല്ലുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. ഇത് നിങ്ങൾ 7 ദിവസം ആവർത്തിച്ച് ചെയ്യുക. ചൊല്ലേണ്ടത് യാ വഹാബു യാ അല്ലാ എന്ന അള്ളാഹിൻ്റെ ഇസ്മാണ്. യാ വഹാബു യാ അല്ലാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ 111 വട്ടം ഇശാ നിസ്കരിച്ചതിന് ശേഷം ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉളൂഓട് കൂടി ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ വളരെ ഉത്തമമായിട്ടുള്ള ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യം അത് എന്തുമാകട്ടെ നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ നിങ്ങൾ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമാണെങ്കിലും നിങ്ങൾ അത് ഏതൊരു കാര്യം നിങ്ങൾ പെട്ടെന്ന് നടന്ന് കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പോലും വളരെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒറ്റ ഇസ്മ കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും പെട്ടെന്ന് നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.